അവിടെ അമ്മമ്മയുടെ പാർലർ നിന്റെ ഭാര്യ കൊണ്ടാണ് വിളിക്കാവിടെ വിളിക്കാൻ ഇനിയും ഞാൻ കാണിക്കും. ഞാൻ ഈ വീട് കത്തിക്കും. എന്താ കാര്യം കാര്യം നടന്നു അറിഞ്ഞൂടല്ലേ അവളോട് ചോദിക്കേ. എടാ അവള് ക്ലാസ്സിന് പോയിന്ന്. അപ്പൊ അവള് പോവും. അവള് അങ്ങനത്തെ വൃത്തിയോട് കാണിച്ചിട്ടല്ലേ പോയത്. അമ്മ അസൂയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പക്ഷെ അസൂയക്ക് കൈയും കാലും വെച്ചാളാ ഇവന്റെ ഭാര്യ. എടാ ആർക്ക് ആരോട് എന്താ അസൂയ? ഇന്നലെ ചിരിച്ചോണ്ടിരുന്നപ്പോ പോലും ഞാൻ വിചാരിച്ചില്ല അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്. വേണ്ട, ഇവന് മേക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമില്ല, അമ്മക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല, കൊച്ചിന് ചെയ്തപ്പോ കുഴപ്പമില്ല. എന്റെ ഭാര്യയുടെ മുഖത്ത് അവള് ചെയ്ത് വെച്ചേക്കണതുണ്ടല്ലോ. അത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്താ പോരെ? അയ്യോ, ഇനി ഒന്നുകൂടെ ചെയ്തിട്ട് അവളെ കൊല്ലാനായിരിക്കുമല്ലോടാ. ഇല്ല, കഴുകി കളയണം. കഴുകിക്കളയടാ. അവളെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ പാർലറിൽ ഇവിടെ ഒരു കുന്തത്തിന് ഞാൻ സമ്മതിക്കില്ല. നീ തീരുമാനിക്കണേ, ഞാൻ സമ്മതിച്ചിട്ടല്ലേ. അമ്മക്കറിയാമോ അമ്മ, എന്റെ പാർട്ടിക്കാരെ കൈയും കാലും പിടിച്ചാണ് ഞാൻ അവക്കൊരു ജോലി ശരിയാക്കിയത്. അത് ഇവന്റെ ഭാര്യ ഭൂതന കടൽ മുടങ്ങിയമ്മ. എന്റെ ഭാര്യ എങ്ങനെയെന്ന് നീ വിളിച്ചു പറഞ്ഞു പിന്നെ കിട്ടിയ ജോലി പിന്നെ എന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞാൽ കിട്ടാ. നിന്റെ ഭാര്യ മറ്റേ ലോക വേൾഡ് ബ്യൂട്ടീഷ്യൻ അല്ലേ, അവളാക്കി വെച്ചേക്കണ കോലം ഒന്ന് കാണണ എന്റെ ഭാര്യയുടെ. എന്തൊക്കെയാണ് എന്റെ ക്ലീറ്റസ് നീ പറയുന്നത്? ഇത് മനപ്പൂർവ്വം അസൂയാണ്. ഞാനും എന്റെ കുടുംബവും സർക്കാർ ജോലിക്കാരായി പോകൂലേ, അതിന്റെ അസൂയ ഇവനായിരിക്കും പറഞ്ഞു കൊടുത്തത്. ഈ ബാലവാടിയിലെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ സർക്കാർ ജോലി വലുതേറടാ. കാര്യം പറയാം അമ്മ. തങ്കത്തിന് ഒന്ന് പോയി നോക്കമ്മ. എന്താണ് അവളിപ്പോ തങ്കമല്ല പിച്ചളയല്ല പിച്ചക്കാരിയെ പോലെ ഇരിക്കും. നോക്കണ എന്റെ കൊച്ചിന് എന്ത് സംഭവിച്ചെന്നറിഞ്ഞില്ലല്ലേ? നോക്കണേ. കണ്ടാ കണ്ടാമ്മ എന്താണിത്? ഭാര്യ കാണിച്ചു വെച്ചേക്കണം. നീ കണ്ടോടാ? ഇതെന്താ ഇത്? ഇതേ ആ മേക്കപ്പ് കട്ട പിടിച്ചാണ് തുടച്ചു കളയി. മേക്കപ്പ് അല്ലടാ, അവളെന്തോ സാധനം എടുത്ത് മുഖത്ത് തേച്ചു കൊടുത്ത് പൊള്ളിയതാ. ഇന്ന് നിന്റെ ഭാര്യ വീട്ടിൽ കയറുമ്പോ ഇതുപോലെ ആസിഡ് ഒടിച്ച് ഞാൻ പൊള്ളിക്കും. നീ നോക്കിയോ? അവള് കാരണം ഇതെല്ലാം ഉണ്ടായേ. അയ്യോ അല്ല, അവളല്ല. കണ്ടാടാ, അവളെ സ്നേഹം കണ്ടാടാ. ഇത്രയൊക്കെ കാണിച്ചിട്ട് നാത്തോടുള്ള സ്നേഹം കണ്ട. എന്നിട്ട് അവളിത് കാണിച്ചല്ലിയാ. അവളല്ല ചെയ്തതെന്ന്. പിന്നെ ആരാ ചെയ്തത്? പിന്നെ ആരാ ചെയ്തടി? നീ ചെയ്താ? ഇന്നലെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചില്ലേ? അപ്പൊ അവളെല്ലാ സാധനം ഇത്തിരി ഇട്ട് തന്നുള്ള എന്റെ മുഖത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വെളുക്കണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന്. അപ്പൊ അവള് കാണാതെ ഞാൻ ആ പൊടിയെല്ലാം എടുത്തിട്ട് വന്ന് തന്നെ താനെ ഇട്ടതാ. അപ്പൊ ആ പൊടികളെല്ലാം കൂടെ വെച്ച് നീ നിന്റെ മുഖത്ത് വെച്ച് തേച്ചല്ലേ? എന്ത് ചെയ്യും? ഇപ്പൊ നിനക്ക് സത്യാവസ്ഥ മനസ്സിലായില്ലടാ? മനസ്സിലായോന്ന്? ഇത് നിനക്ക് ബാ തുറന്നൊക്കെ ചോദിക്കായിരുന്നില്ലേ? നീ എന്താ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞത്? നീ എന്താ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞതെന്ന്? ചേട്ടാ നീ ഒന്ന് മനസ്സിലാക്കണം. എടുത്തി ആടിയ കഴുത്തൊടിയും. ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ അലറലായിരുന്നു അവന്റെ? നീ എവിടെ പോണ്? എന്തെങ്കിലും പറയടാ. നിനക്കെന്താ ഇപ്പൊ മറുപടി പറയാനൊന്നുമില്ലേ?